ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ദയവ് ചെയ്ത് നീ എന്നിൽ നിന്നും അകന്നു പോകരുത്. ഈ വ്യക്തി നിങ്ങളുമായുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ ബിറ്റർ സ്വീറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരുപാട് നമ്മൾ പറയില്ലേ, കൈപ്പേറിയ നിമിഷങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൈപ്പേറിയ നിമിഷങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് വേദനിപ്പിക്കുന്ന നിമിഷങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൈപ്പേറിയ നിമിഷങ്ങൾ, അതായത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകും, നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെയാണ് എന്നുള്ളതും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ വ്യക്തി മാപ്പ് ചോദിക്കുന്നത് പോലെയാണ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയെല്ലാം തെറ്റുകളൊക്കെ ഉണ്ടായി, അപ്പോൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്തരം തെറ്റുകൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് കാരണം ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഈ വ്യക്തി എന്താ പറയാ, ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് പോലെ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സ്പീക്ക് യുവർ വേൾഡ് ഇൻ ടു ബീയിങ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൻ്റെതായിട്ടുള്ള ചിന്തകൾ, ഈ പേഴ്സൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ, അത് നല്ല രീതിയിൽ ഈ വ്യക്തി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഈ പേഴ്സൻ്റെതായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് നിങ്ങളും ഈ വ്യക്തിയും മാത്രമുള്ള ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിനെ പറ്റിയാണ് ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എനർജിയാണ്. അതായത് വേറെ ആൾക്കാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിയും മാത്രം വരുന്ന ഒരു എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേൾഡ് എനർജി എന്ന് പറയുന്നത് അത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ മാത്രമുള്ള ആ ഒരു ജീവിതത്തെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. കാരണം ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ജീവിതം കൊണ്ടുവരണമെന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രൈവസി ഇല്ലാത്ത ഒരു കണക്ഷൻ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു ഉചിതമായിട്ടുള്ള പ്രൈവസി ഇല്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, റെസ്ക്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിജയത്തിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയത്തിലേക്ക് പോകാന്ന് പറയുമ്പോൾ രക്ഷപ്പെടുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ രക്ഷപ്പെടുക എന്നുള്ളത് ഈ പേഴ്സൺ രക്ഷപ്പെടാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അത് പ്രശ്നങ്ങളിൽ നിന്നും, ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെയും രക്ഷപ്പെടാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അത് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് പറ്റാത്ത സാഹചര്യങ്ങൾ, വേണ്ടാത്ത ആൾക്കാര്, ഒട്ടും ചേരാത്ത വ്യക്തികള്, ശത്രുക്കള്, നിങ്ങളോടും ഈ പ്രണയബന്ധത്തിനോടും എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാര്, ഇവരിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും എന്താ പറയാ, വെറുതെ പോകാൻ അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത ശത്രുക്കളുണ്ട്. അപ്പോൾ അവരെ പുറന്തള്ളപ്പെടാൻ അല്ലെങ്കിൽ അവരെ പുറന്തള്ളാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പേഴ്സൺ ഏതൊരു സാഹചര്യത്തിലാണോ ഇപ്പൊ നിൽക്കുന്നത്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വഴി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഇവിടെ ദൈവത്തോട് ഈ വ്യക്തി വല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് പേടിയുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആരാണ് ബന്ധുക്കൾ, ആരാണ് ശത്രുക്കൾ, ആരാണ് മിത്രങ്ങൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ വ്യക്തി നിൽക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല ആരാണ് മര്യാദക്ക് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് ഈ പേഴ്സണോട് എതിർക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരു ധാരണ വരാറില്ല, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാറില്ല. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്തോണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിലെ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് പേടിയും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പേടിയും ആ ഒരു തെറ്റിദ്ധാരണകളും എല്ലാം മാറ്റിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ദൈവത്തിന്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ലവ് ക്യാൻ ബി ബ്ലൈൻഡ് ആൻഡ് ദർ ആർ സോ മെനി ഒരു റെഡ് ഫ്ലാഗ്സ് ഒരുപാടുണ്ട്. കാരണം ഇവിടെ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരൻസ് തന്നെയായിരിക്കാം ഇതിനോട് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ പാരൻസ് ആണ് ഇതിനോട് എതിരായിട്ട് നിൽക്കുന്നത് എന്ന് ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറെ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മറച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുറന്നു പറയുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ല രീതിയിൽ ഒരുപാട് എന്താ പറയാ, കാണാപ്പുറങ്ങൾ അല്ലെങ്കിൽ കാണാ കാഴ്ചകൾ ഒരുപാടുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ഇതിനോട് എതിർക്കുന്നുണ്ട്. അത് പലതും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ പലതും അറിയില്ല. അതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കാനും കൂടെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. യെസ്, മെഡിസിൻ ഗാർഡിയൻ, ദ ഓവറോൾ എനർജീസ് ഗ്രീൻ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിന്റെയും അല്ലെങ്കിൽ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു സമാധാനം തരുന്ന അല്ലെങ്കിൽ ഒരു വെൽത്ത്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന കളറാണ് പച്ച എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ മെഡിസിൻ ഗാർഡിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ എന്നാണ്. അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും സമാധാനപ്പെടുത്തുന്നതുമായിട്ടുള്ള എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഇൻഫോർമേഷൻസ് ഒരുപക്ഷെ യൂണിവേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നായിരിക്കാം, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കാം. ഓൾമോസ്റ്റ് ഓൾ അബൌട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹീലിംഗ് ഇൻഫോർമേഷൻ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും, ഒരുപാട് വിജയത്തിലേക്ക് കൊണ്ടുപോയെത്തിക്കും, ഒരുപാട് സമാധാനം തരും. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറിയിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.